നമസ്കാരം. എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ഫ്രാൻസിസ് മാത്യു. തിരുവനന്തപുരം നോക്കി എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 21-ഉം 22-ഉം തിരുവചനമാണ്. അത് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ രക്ഷിച്ച ഒരു വിവരണത്തിൻ്റെ പശ്ചാത്തലമാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. അന്ന് 6 ലക്ഷത്തിലധികം വരുന്ന ഇസ്രായേൽക്കാരുമായി അവരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് മോശ അവരുമായി ചെങ്കടൽ തീരത്തെത്തി. ചെങ്കടൽ കടക്കുവാനായി പരിഭ്രാന്തരായി അവർ നിൽക്കുമ്പോൾ കർത്താവ് അവരിൽ എന്ത് അത്ഭുതമാണ് പ്രവർത്തിച്ചതെന്നാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. അതിങ്ങനെയാണ്: മോശ കടലിന് മീതെ കൈനീട്ടി. കർത്താവ് രാത്രി മുഴുവൻ ശക്തമായ കിഴക്കൻ കാറ്റിനെ അയച്ച് കടലിനെ പിറകോട്ട് മാറ്റി. കടൽ വരണ്ട ഭൂമിയായി മാറി. വെള്ളം വിഭജിക്കപ്പെട്ടു. ഇസ്രായേൽക്കാർ കടലിന് നടുവിലൂടെ ആ വരണ്ട മണ്ണിലൂടെ നടന്നു നീങ്ങുകയായിരുന്നു. അപ്പോൾ വെള്ളം 2 ഭാഗത്തും മതിൽ പോലെ നിന്നു എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്.